ഹായ്, സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സസൈസ് ക്വസ്റ്റ്യൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2.34. കാൽക്കുലേറ്റ് ദ എനർജി റിക്വയർഡ് ഫോർ ദ പ്രോസസ് He പ്ലസ് ഗ്യാസ് ഗിവ്സ് He2 പ്ലസ് ഗ്യാസ് പ്ലസ് ഇലക്ട്രോൺ. തന്നിരിക്കുന്ന കാര്യം, ദ അയോണൈസേഷൻ എനർജി ഫോർ ദ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇസ് 2.18 into 10⁻⁸ ജൂൾ പെർ ആറ്റം ആണ്. ആദ്യം ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് എന്ന് നമ്മൾ പഠിച്ച ഇക്വേഷൻ En is equal to -2.18 into 10⁻⁸ into Z²/n² ജൂൾ പെർ ആറ്റം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഹൈഡ്രജൻ ലൈക്ക് ആയിട്ടുള്ള ആളുകൾക്കും പറ്റും, ഹൈഡ്രജനും പറ്റും. കാരണം നമുക്ക് Z=1 കൊടുത്താൽ അത് ഹൈഡ്രജനായി, മറ്റേതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആൾക്കാർ ഇത് കിട്ടുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്, ഹൈഡ്രജൻ്റെ കേസിൽ അതിൻ്റെ അയോണൈസേഷൻ എനർജി എത്രയാണ്? 2.18 into 10⁻⁸ ജൂളാണ്. നമുക്കത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ n=ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഇലക്ട്രോണിനെ ട്രാൻസിഷൻ തന്നെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ എന്താ കാര്യം? n=1 ഇലക്ട്രോൺ ഉണ്ടാവുക, കാരണം ദർ ഇസ് ഓൺലി 1 ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിനെ n=1 നിന്ന് n=∞ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞേക്കുക. ഓക്കെ, അഥവാ നമ്മൾ പറഞ്ഞ പ്രകാരം നോക്കുവാണെങ്കിൽ എനർജി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? E1 എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഇവിടെ എന്ന് വിളിക്കാം, E∞ എന്ന് വിളിക്കാം. അപ്പോൾ n=1 നിന്ന് n=∞ എന്ത് ചെയ്തു? ആ ഇലക്ട്രോൺ പോയി. അതിൻ്റെ പേരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ ΔE കിട്ടൂലേ? ഇത് ചേഞ്ച് ഇൻ എനർജി എന്താ വരിക? അഥവാ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അഥവാ E∞ മൈനസ് E1 എന്നല്ലേ വരിക. ഓക്കെ, സോ ഈ കേസിൽ നമുക്കറിയാം, ഇവിടെ ഇപ്പം നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ n വാല്യൂ എത്ര വരടാ? അത് ഇൻഫിനിറ്റി അല്ലേ കൊടുക്കാൻ പറ്റുക ഈ കേസിലേക്ക് കൊടുക്കുന്ന സമയത്ത്. അപ്പം n വാല്യൂ ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗം 0 ആയി പോവില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ കൊടുക്കാം, 0 എന്ന് കൊടുക്കാം, മൈനസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കുള്ള വാല്യൂ ഏതാ? E1 ആണ്. E1 ആണെങ്കിൽ n വാല്യൂ എത്ര വരിക? അത് 1 അല്ലേ വരിക? അപ്പോൾ നമുക്കത് കൊടുത്തു നോക്കാം. എന്താ വരിക? -2.18 into 10⁻⁸ ഇൻറ്റു ഇവിടെ Z² എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ്, കാരണം ഹൈഡ്രജൻ ആയതുകൊണ്ട്. താഴെ n-ഉം 1 തന്നെയാണ്, അപ്പോൾ 1². ഓക്കെ, സോ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ നമുക്ക് കാണാം അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് ആണ്, അപ്പോൾ അതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും, വിച്ച് മീൻസ് 2.18 into 10⁻⁸ ജൂൾ പെർ ആറ്റം എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അതവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഒന്ന് കാണിച്ചു എന്ന് മാത്രം, എങ്ങനെ ഇത് കിട്ടി എന്നുള്ള കാര്യം. ഇതേപോലെ നമുക്കെന്ത് ചെയ്യാനുള്ളൂ? ഈ കാര്യം ചെയ്യാനുള്ളൂ. ഓക്കെ, സോ നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതാം. എന്താ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം? അഥവാ He+ എന്ന് പറയുന്ന ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൽ നിന്ന് ഇലക്ട്രോൺ ഒന്ന് പോയാൽ എന്ത് ചെയ്യും? He2+ ആകും. പ്ലസ് ആരാ പുറത്തു പോയത്? 1 ഇലക്ട്രോൺ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട അയോണൈസേഷൻ എനർജി എത്ര എന്നുള്ളതല്ലേ നമുക്കിവിടെയും അറിയാം. ഓക്കെ, ഹീലിയം ആണെങ്കിലും ഇവിടെ നിന്നാ പോവുക ഇലക്ട്രോൺ? n=1 നിന്ന് ഇങ്ങോട്ട് തന്നെ പോവും, n=∞ പോവും, ശരിയല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏതാടാ? ഇത് E1 ആണ്. ഇതേതാ? E∞ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ΔE കണ്ടുപിടിച്ചൂടെ? ΔE എന്താ വരിക? E∞ മൈനസ് E1 തന്നെയല്ലേ വരുള്ളൂ? നേരത്തെ പറഞ്ഞ തന്നെ കൊടുത്തു നോക്കാം അല്ലേ? ഇപ്പം സംഭവിക്കടാ, ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താ വരുള്ളൂ? 0 അല്ലേ ഉണ്ടാവുക എനർജി. അപ്പോൾ നമുക്കറിയാം n വാല്യൂ അവിടെ ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് വരും? ആ എനർജി അവിടെ 0 ആയിട്ട് മാറും. മൈനസ് ഓഫ് E1 എത്ര വരിക? 2.18 into 10⁻⁸ ഇൻറ്റു Z² എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഇവിടെ നമുക്ക് ഹീലിയം അല്ലേ? അപ്പോൾ അറ്റോമിക് നമ്പർ 2 ആണ് ഹീലിയത്തിന്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 2² കൊടുക്കണം, അപ്പോൾ അത് 4 ആയിട്ട് വരും. n വാല്യൂ എത്ര വരിക? 1 തന്നെ, കാരണം എന്താ? ഇവിടെ n=1 എന്നാണ് ആൾ പോയിരിക്കുന്നത് അല്ലേ? ശരി, സോ നമുക്ക് എത്ര കിട്ടും ആൻസർ? ആദ്യം ഇവിടെ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് എത്ര വരിക? അത് പ്ലസ് ആയിട്ട് മാറും. സോ 2.18 into 4, അഥവാ അതിൻ്റെ 4 മടങ്ങായിട്ട് എടുത്താൽ മതി അല്ലേ? ഓക്കെ, സോ ഇറ്റ് വിൽ ബിക്കം 8.72 into 10⁻⁸ ജൂൾ പെർ ആറ്റം. സോ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, 8.72 into 10⁻⁸ ജൂൾ പെർ ആറ്റം, അത്രയും എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ നമുക്ക് He+ നിന്ന് 1 ഇലക്ട്രോണിനെ കൂടെ റിലീസാക്കി എന്ത് ചെയ്യാം? He2+ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും.
അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം 2.35. ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ കാർബൺ ആറ്റം ഈസ് 0.15 നാനോമീറ്റേഴ്സ്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് which can be placed side by side in a straight line across the length of scale of length 20 centimeter long. ഓക്കെ, നല്ലൊരു ചോദ്യമാണത് അല്ലേ? അപ്പോൾ നമുക്കിതിനെ 1 by 1 ആയിട്ട് കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം ക്വസ്റ്റ്യനെ. അവർ പറഞ്ഞിരിക്കുന്നത് അവരടുത്ത് ഒരു സ്കെയിലുണ്ട്, അതിൻ്റെ ലെങ്ത് എത്രയാണെടാ? അത് 20 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്കെയിലാണ്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇവിടെ അല്ലേ, 20 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്കെയിലാണ് ഇവിടെയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മുടെ അടുത്ത് കാർബൺ ആറ്റംസ് ഉണ്ട്. ആ കാർബൺ ആറ്റംസ് 0.15 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ള ആളാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇയാളെ കാണിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇതാണ് എൻ്റെ കാർബൺ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസിലെ ദിസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഡയമീറ്റർ അല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് കാർബൺ ആറ്റം. അപ്പോൾ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ 20 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഈ ഒരു സ്കെയിലിലൂടെ ഞാൻ കണ്ടിന്യൂസ്ലി ഈ കാർബൺ ആറ്റങ്ങളെ ഇങ്ങനെ വെച്ച് പോവുകയാണ്. ഓക്കെ, അങ്ങനെ വെച്ച് പോവുകയാണ്. അതിൻ്റെ കാർബണിൻ്റെ ഡയമീറ്റർ എത്രയാണ്? അത് 0.15 നാനോമീറ്റർ ആണ്. ഓക്കെ, തന്നിട്ടുണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 0.15 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ള എത്ര കാർബൺ ആറ്റംസ് എനിക്ക് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ഈ മൊത്തം ലെങ്ത്തിൽ? അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് ആദ്യം ഇവരുടെ യൂണിറ്റ് ഒന്ന് സെയിം ആക്കി വെക്കാം. അവർ പറഞ്ഞിരിക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 20 ഇൻറ്റു സെൻറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻² അല്ലേ? അത്രയും മീറ്റേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് അവർ പറഞ്ഞ ഡയമീറ്റർ എത്രയാ? ഇറ്റ് ഈസ് 0.15 നാനോമീറ്റർ, അഥവാ 0.15 ഇൻറ്റു 10⁻⁹. നമുക്കറിയാം നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. അത്രയും മീറ്റേഴ്സാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി എളുപ്പമല്ലേ ചെയ്യാൻ? കാരണം മൊത്തം ലെങ്ത്തിനെ ഈ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം ലെങ്ത്തിനെ ഈ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ എണ്ണം കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. സോ ദെർഫോർ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ടോട്ടൽ ലെങ്ത് എത്രയാടാ? 20 ഇൻറ്റു 10⁻² മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 0.15 ഇൻറ്റു 10⁻⁹ മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1.33 ഇൻറ്റു 10⁻⁹. ഇത്രയും കാർബൺ ആറ്റംസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് അവർ ചോദിച്ചിരിക്കുന്ന കാര്യം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2.36. 2 into 10⁸ atoms of carbons are arranged side by side. Calculate the radius of carbon atom if the length of this arrangement is 2.4 centimeter. നേരത്തെ പറഞ്ഞിരിക്കുന്നതിൻ്റെ വേറൊരു രൂപം ഒന്ന് മാത്രം, ഒരേ ഐഡിയ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇപ്പോൾ അവർ പറഞ്ഞത് 2.4 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് ഉള്ളത്. ആ ലെങ്ത്തിനകത്ത് അവർ ഇങ്ങനെ കാർബൺ ആറ്റംസിനെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എറ്റ്സെട്ര ഇപ്പോൾ ഈ പറയുന്ന ലെങ്ത്തിൽ ഇത്രയും ആളുകൾ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അത് എത്ര പേരെന്നവർ പറഞ്ഞിരിക്കുന്നത്? ആ എണ്ണം എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁸ ആറ്റംസിനെ അവർ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ചോദ്യം ഈ അറേഞ്ച് ആക്കിയ കാർബൺ ആറ്റങ്ങളുടെ റേഡിയസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ ടോട്ടൽ ലെങ്ത് നമുക്ക് തന്നത് എത്രയാ? ഇറ്റ് ഈസ് 2.4 സെൻറ്റിമീറ്റർ. നമുക്കറിയാം സെൻറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 10⁻⁻² ആണ്. നമ്മളത് കൊടുക്കും, നമ്മൾ മീറ്ററിലേക്ക് മാറ്റി. അതേപോലെ തന്നെ ഇവിടെ എണ്ണം, അതിൻ്റെ നമ്പർ എത്രയാണെന്ന് ഇരിക്കുന്നത്? 2 ഇൻറ്റു 10⁸ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരെ ആ ലെങ്ത്തിനെ ഈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്റർ കിട്ടും ഫസ്റ്റ്. ഓക്കെ, സോ ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് എത്രയാടാ? 2.4 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁸. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 ഇൻറ്റു 10⁻⁻11 എന്ന് കിട്ടും. ഓക്കെ, ആ 12 ഇൻറ്റു 10⁻⁻11 മീറ്റേഴ്സിലാണ് കിട്ടുക. ഓക്കെ, ദെൻ അത് ഡയമീറ്ററാണ്.
നമുക്ക് ചോദിച്ചിരിക്കുന്ന റേഡിയസ് അല്ലേ. സോ നമുക്കറിയാം റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയമീറ്ററിൻ്റെ ഹാഫ് അല്ലേ. സോ നമുക്ക് എത്ര കിട്ടുക, 12 × 10⁻11 ഡിവൈഡഡ് ബൈ 2 which is equal to 6 × 10⁻11 മീറ്റേഴ്സ്. റെഡി, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് ഈസ് 2.37. The diameter of zinc atom is 2.6 angstrom. Calculate radius of zinc atom in picometer and the number of atoms present in a length of 1.6 centimeter if the zinc atoms are arranged side by side lengthwise. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിലേക്ക് പോവാം. എ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അവർ നമ്മളോട് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. എത്രയിൽ, പൈക്കോമീറ്ററിൽ കണ്ടുപിടിക്കണം. നമുക്കറിയുന്ന കാര്യം ഇവിടെ ഡയമീറ്റർ തന്നിരിക്കുന്നത് എത്രയാടാ, ഇറ്റ് ഈസ് 2.6 ആങ്സ്ട്രോം അല്ലേ. നമുക്കറിയാം ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ എന്താ, 10⁻⁻10 മീറ്ററാണ്. അതിനെ പൈക്കോയിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എടാ 2.6നെ ഞാൻ 26 ആക്കുകയാണെങ്കിൽ എന്താ വരിക, 10⁻11 മീറ്റേഴ്സ്. അതിനെ ഞാൻ 260 ആക്കുകയാണെങ്കിൽ എന്താ വരിക, 10⁻12 മീറ്റേഴ്സ്. 10⁻12 മീറ്ററിൻ്റെ പേരാണ് പൈക്കോമീറ്റർ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഓക്കെ, നമുക്ക് എന്തെഴുതാം ഇവിടെ, ഇറ്റ് ഈസ് 260 പൈക്കോമീറ്റേഴ്സ്. അതിപ്പോൾ ഡയമീറ്റർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ വി വോണ്ട് റേഡിയസ് ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2 അല്ലേ. ഇറ്റ് ഈസ് 260 പൈക്കോമീറ്റർ ഡിവൈഡഡ് ബൈ 2 which is equal to 130 പൈക്കോമീറ്റേഴ്സ്. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ് അവർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 1.6 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള എത്ര സിങ്ക് ആറ്റംസിനെ സൈഡ് ബൈ സൈഡ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ അല്ലേ. അവർ പറഞ്ഞ ലെങ്ത് എത്രയാണ്, 1.6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത്തിൽ ആ റേഡിയസ് ഉള്ള അല്ലെങ്കിൽ ആ ഡയമീറ്ററുള്ള എത്ര പേരെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എടാ ലെങ്ത് എത്രയാണ്, ഇറ്റ് ഈസ് 1.6 × 10⁻2 മീറ്റേഴ്സ്. നമ്മൾ എന്ത് ചെയ്തു, സെൻറ്റിമീറ്ററിനെ മാറ്റി. അതേപോലെ വാട്ട് ഈസ് ഡയമീറ്റർ, ദാറ്റ് ഈസ് 260 × 10⁻12 മീറ്റേഴ്സ്, പൈക്കോമീറ്റർ അല്ലേ. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. സോ ദെയർഫോർ നമ്പർ ഓഫ് സിങ്ക് ആറ്റംസ് എത്രയുണ്ടാവുക, ആ ടോട്ടൽ ലെങ്ത്തിന് ഡയമീറ്റർ ഡിവൈഡ് ചെയ്യുക. സോ 1.6 × 10⁻2 ഡിവൈഡഡ് ബൈ 260 × 10⁻12. 2 മീറ്ററാണ്, അത് ക്യാൻസലായി പോയിക്കോളും അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ, 6.153 × 10⁻7. ഇത്രയും സിങ്ക് ആറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്ത 3 ക്വസ്റ്റ്യൻസിൽ ഒരേ പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലേ. അവർ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചെന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ള ചോദ്യം 2.38. എ സർട്ടൈൻ പാർട്ടിക്കിൾ ക്യാരീസ് 2.5 × 10⁻16 കൂളോംബ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ്. അവിടെയുള്ള ചാർജിൻ്റെ അളവാണ് അല്ലേ. ചാർജ് Q is equal to 2.15 × 10⁻16 കൂളോംബാണ്. ഇനി ബാക്കി എന്താ, അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. നമുക്കറിയുന്ന മറ്റൊരു കാര്യമുണ്ട്, ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയാണ്, ഇറ്റ് ഈസ് 1.6 × 10⁻19 കൂളോംബ്. എടാ അങ്ങനെയാണെങ്കിൽ മൊത്തം ചാർജ് ഈ പറഞ്ഞ അളവാണെങ്കിൽ ഇലക്ട്രോൺസ് എത്ര ഉണ്ടെന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഈ ചാർജിനെ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കിട്ടും. സോ ദെയർഫോർ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക, ടോട്ടൽ ചാർജ് എത്രയാടാ, 2.15 × 10⁻16 ഡിവൈഡഡ് ബൈ അത്രയും കൂളോംബ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 1.6 × 10⁻19 കൂളോംബ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1560 ഇലക്ട്രോൺസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ ഇത്രയും ചാർജിനകത്ത് നമുക്ക് ഈ ഇലക്ട്രോൺസിനെ കാണാൻ വേണ്ടി പറ്റും. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ബാക്കി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.